നമ്മുടെ എസ് എസ് എഫിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എസ് എസ് എഫ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിലേക്ക് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയിൽ വരുന്ന ഒരു ഫോഴ്സാണ് നമ്മുടെ എസ് എസ് എഫ് എന്ന്. ഇവിടെ എസ് എസ് എഫ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന എസ് എസ് എഫിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എസ് എസ് എഫിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചത്. പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ ആണ്, ബാർബറും ഉണ്ട്, അതുപോലെ വാഷർമാനും ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണിത്. അപേക്ഷ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് എന്നാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 19,900 മുതൽ 63,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ലെവൽ 2 പേ സ്കെയിലാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ബാർബർ ടോട്ടൽ 3 ഒഴിവുകളാണുള്ളത്. അതുപോലെ കോൺസ്റ്റബിൾ വാഷർമാൻ 7 ഒഴിവുകളാണുള്ളത്. ടോട്ടൽ വേക്കൻസിയാണ്. ഓരോ കാറ്റഗറിക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. കോൺസ്റ്റബിൾ ബാർബറിന് 18 to 23 വയസ്സ് വരെ അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. 10ാം ക്ലാസ് മാത്രം മതി കേട്ടോ. പിന്നെ ട്രേഡ് ടെസ്റ്റ് പറയുന്നുണ്ട്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാർബറിലുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കാരണം അത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ളത്. 10ാം ക്ലാസ് മതി, പക്ഷേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം. പിന്നെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വാഷർമാനാണ്. അലക്കുക, ആ ഒരു ജോലി ഉണ്ടല്ലോ, അതാണ് വരുന്നത്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 10ാം ക്ലാസ് തന്നെയാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. പിന്നെ അലക്കുന്ന നമുക്ക് വാഷ് ചെയ്യാൻ അറിയുമോ എന്നുള്ളത് അവർ ചെയ്ത് നോക്കും. കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു പാസ് എ ട്രേഡ് ടെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാസ് ആവേണ്ടതായിട്ടുണ്ട്. നമുക്കിതിൽ പരിജ്ഞാനം, അറിവുണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. 10ാം ക്ലാസ് മാത്രം മതി അപേക്ഷിക്കാൻ. നമുക്ക് 10ാം ക്ലാസ് മാത്രം മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്, PET വരും. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ, ട്രേഡ് ടെസ്റ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ എക്സാമിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും റീമെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാൻ പോകുന്നത് 30 മാർച്ച് 2026 മുതലാണ് അപേക്ഷ തുടങ്ങുന്നത്. 28 ഏപ്രിൽ 2026 വരെ നമ്മൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.